എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര പോവുകയാണ്. കേരളത്തിലെ ഇടുക്കി കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള വയനാട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വയനാട്ടിലെ നെല്ലറച്ചാൽ എന്ന അതിമനോഹരമായ ഗ്രാമത്തിലേക്ക്. നെല്ലറച്ചാൽ കാരാപ്പുഴ തീരത്തുള്ള ഒരു വില്ലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കല്ലാട്ട് ഗ്രൂപ്പിൻ്റെ ഒരു അടിപൊളി പ്രോജക്റ്റാണ് കല്ലാട്ട് പേൾ. അതിൽ നമ്മൾ മേടിച്ചിട്ടുള്ള വില്ലയുടെ ഹാൻഡ് ഓവർ ചടങ്ങിനാണ് നമ്മൾ പോകുന്നത്. രാവിലെ 8 മണിക്കാണ് നമ്മൾ മലപ്പുറത്തു നിന്നും യാത്ര ആരംഭിച്ചത്. താമരശ്ശേരി വഴിയാണ് നമ്മൾ വയനാട്ടിലേക്ക് കടക്കുന്നത്. താമരശ്ശേരി ചുരം വയനാട് ജില്ലയുടേതാണോ കോഴിക്കോട് ജില്ലയുടേതാണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കാരണം വയനാട് ചുരം എന്നാണല്ലോ പറയപ്പെടാറുള്ളത്. പക്ഷേ ചുരം കയറിക്കഴിഞ്ഞാണ് വയനാടിൻ്റെ വെൽക്കം ടു വയനാട് എന്ന കവാടം വരാറുള്ളത്. ചുരം കയറി കഴിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് ആദ്യം വൈത്തിരിയിലെത്താൻ. അവിടുന്ന് വീണ്ടും 5 കിലോമീറ്റർ സഞ്ചരിച്ച് ചുണ്ടൽ എന്ന ചെറിയൊരു ടൗണിലെത്തണം. ചുണ്ടൽ എന്ന സ്ഥലത്തിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് മേപ്പാടിയിലേക്കാണ്. ഊട്ടി റോഡിൽ തിരിഞ്ഞിട്ട് മേപ്പാടിയിലേക്ക് വെച്ച് പിടിക്കണം. അങ്ങനെ 12 കിലോമീറ്റർ ആണ് ഇവിടുന്ന് മേപ്പാടിയിലേക്കുള്ള ദൂരം. നമ്മളങ്ങനെ മേപ്പാടിയിലെത്തി. അടുത്തതായി നമുക്ക് പോകാനുള്ളത് അമ്പലവയൽ പഞ്ചായത്തിലെ നെല്ലറച്ചാലിലേക്കാണ്. കായലുകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് നെല്ലറച്ചാൽ. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനോഹരമായ തേയിലത്തോട്ടങ്ങളും വയനാടൻ ഗ്രാമങ്ങളും നമ്മുടെ മനസ്സിനെ എന്തെന്നില്ലാതെ സന്തോഷിപ്പിക്കും. ഉൾപ്രദേശമായതുകൊണ്ടും ചെറിയ റോഡായതുകൊണ്ടും വാഹനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ സഞ്ചരിക്കാൻ പ്രത്യേക വൈബാണ്. ഇവിടെ നിന്നും 13 കിലോമീറ്റർ മാറിയാണ് പ്രശസ്തമായ ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്, അഥവാ ചെമ്പ്ര പീക്ക്. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഉറപ്പിച്ച് തന്നെ പറയാം, എന്തായാലും വയനാട് പോകുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം തന്നെയാണ് നെല്ലറച്ചാൽ. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു മണിക്കാണ് കീ ഹാൻഡ് ഓവർ ചടങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 12 മണിക്ക് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരാപ്പുഴ ഡാമും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കാരാപ്പുഴ ഡാം അനുഭവിച്ചറിയേണ്ട മറ്റൊരു സ്ഥലം കൂടിയാണ്. ഡാമിനടുത്ത് സഞ്ചാരികൾക്കായി ഒരുക്കി വെച്ച പല അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകളും തയ്യാറാണ്. അതിലൊന്നാണ് റോപ്പ് വേ. കാരാട്ടുപുഴ എന്ന കായലിൻ്റെ അടുത്താണ് 15 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലാട്ട് പേൾസ് എന്ന ഗംഭീര പ്രൊജക്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 വർഷം കൂടെ കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് തീരുമെന്നാണ് ഇവർ പറയുന്നത്. കല്ലാട്ട് ഗ്രൂപ്പ് തന്നെ തയ്യാറാക്കിയ ഒരു 3D വീഡിയോ ആണിത്. നിസ്സംശയം പറയാം, അതിഗംഭീര പ്രൊജക്റ്റ് തന്നെയാണിത്. കല്ലാട്ട് ഗ്രൂപ്പിന് ഇത് കൂടാതെ മറ്റു പ്രോപ്പർട്ടികളുമുണ്ട്. ഇവരുടെ വില്ലയെ പറ്റിയും പ്രൈസിനെ പറ്റിയും അറിയാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത് എന്തുകൊണ്ടും ഒരു അടിപൊളി സ്ഥലത്താണ്. തൊട്ടടുത്ത് കായലും അതുപോലെ തന്നെ ഒരു ഹിൽ സ്റ്റേഷനും കൂടിയാണ് ഈ സ്ഥലം. പ്ലേ ഗ്രൗണ്ടുകളും സ്വിമ്മിംഗ് പൂൾസും എല്ലാം അവർ നിർമ്മിച്ചു വരുന്നതേ ഉള്ളൂ. വില്ലയുടെ പരിസരങ്ങളിൽ നിന്ന് നോക്കിയാൽ ഫാൻറ്റം റോക്ക് എന്നറിയപ്പെടുന്ന വയനാട്ടിലെ വലിയൊരു പ്രശസ്തമാക്കപ്പെട്ട പാറ കാണാൻ പറ്റുന്നതാണ്.